ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ജി ഓഫ് ഗുഡ് ന്യൂസ് ഡേ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. എപ്പോഴും ഓർപ്പിക്കാറുള്ളത് പോലെ നിങ്ങൾ ഈ ചാനൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോരുത്തർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം അവരെ ധാരാളമായിട്ടും അനുഗ്രഹിക്കട്ടെ. ഇന്ന് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്ന ദൈവത്തിന്റെ വചനം, രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദന ജീവിതത്തിൽ ദൈവം എങ്ങനെയാണ് കാര്യങ്ങൾ നന്മയ്ക്കായിട്ട് ക്രമീകരിക്കുന്നത് എന്നുള്ളതാണ്. അതിന് ആധാരമായിട്ട് നാം വായിക്കാൻ പോകുന്ന ദൈവത്തിന്റെ വചനം റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യമാണ്. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. രണ്ട് കാര്യങ്ങളാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവരും ദൈവത്തിന്റെ നിർണയപ്രകാരമുള്ള വിളിയിലും ഉൾപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവം നമ്മുടെ നന്മയ്ക്കായിട്ട് അത് കൂടി വ്യാപരിപ്പിക്കും. ഒരു കഷ്ടത വരുമ്പോൾ, ഒരു ഞെരുക്കം വരുമ്പോൾ, ഒരു ദുഃഖം വരുമ്പോൾ, ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിനകത്ത് എന്താണ് ദൈവം ഒരു നന്മ കണ്ടെത്തിയിരിക്കുന്നത്. ഉറപ്പായിട്ടും അതിനകത്ത് നന്മയുണ്ട്. നമുക്ക് അനുവദിക്കുന്ന ഒറ്റപ്പെടലുകൾ, നാം അനുഭവിക്കുന്നതായിട്ടുള്ള ഞെരുക്കങ്ങൾ, മറ്റുള്ളവരാൽ നാം തള്ളിക്കളയപ്പെടുമ്പോൾ എല്ലാം ദൈവത്തിന് അതിൻ്റെ പിന്നിൽ ഉദ്ദേശമുണ്ട്. നമ്മെ ദൈവം തെരഞ്ഞെടുക്കപ്പെട്ടതിനാൽ, നാം വിളിക്കപ്പെട്ടവരായിരിക്കുന്നതിനാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ നന്മയ്ക്കായിട്ട് ദൈവം കൂടി വ്യാപരിപ്പിക്കുന്നു. ഇത് നാം ദൈവവചനം കൊണ്ട് പഠിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ശരിക്കുള്ള സത്യം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എങ്ങനെയാണ് ഇത് ക്രിയ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. യാക്കോബിന്റെ വാർദ്ധക്യത്തിലുള്ള ഒരു മകനായിരുന്നു യോസേഫ്. ഉൽപ്പത്തി പുസ്തകം നാം പരിശോധിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 37-ാമത്തെ വാക്യം നാം പരിശോധിക്കുമ്പോൾ, യാക്കോബിന് വാർദ്ധക്യത്തിലുണ്ടായ ഒരു മകനാണ് യോസേഫ്. ബെന്യാമിനും അതിനുശേഷം ഉണ്ടായ മകനാണ്. എന്നാൽ യോസേഫിനെ യാക്കോബ് വളരെയധികം സ്നേഹിച്ചു, തൻ്റെ മറ്റുള്ള മക്കളെക്കാൾ കൂടുതൽ. അതുകൊണ്ട് തന്നെ മറ്റുള്ള മക്കൾ യോസെഫിനെ പകച്ചു എന്ന് നാം അവിടെ വായിക്കുന്നു. അതിനുശേഷം യോസെഫ് ഒരു സ്വപ്നം കാണുകയാണ്. അപ്പോൾ ഈ സ്വപ്നം കണ്ടതോടുകൂടി അവർ കൂടുതൽ യോസെഫിനെ പകച്ചു. തന്നെയല്ല, യോസെഫിനോട് അവർക്ക് അസൂയ തോന്നിയെന്ന് നമ്മൾ അവിടെ വായിക്കുന്നു. ഒരു ദൈവപൈതലിന് നേരെ നമ്മുടെ സഭയിലുള്ളവർക്കോ നമ്മുടെ കുടുംബത്തിലുള്ളവർക്കോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ളവർക്കോ അസൂയ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ മനോഭാവം എന്ന് പറയുന്നത് നമ്മളെ എങ്ങനെയെങ്കിലും ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ്, നമ്മളെ നശിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ചിന്ത മുഴുവൻ. ഒരു വ്യക്തിക്ക് അസൂയ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ആരോടാണോ അസൂയ ഉണ്ടായിരിക്കുന്നത് ആ വ്യക്തിനെ ഉന്മൂലനാശം ചെയ്യണം എന്നുള്ളതായിരിക്കും ചിന്ത. ഇത് ഒരു മനുഷ്യനല്ല അസൂയ ഉണ്ടായത്, അവൻ്റെ ജ്യേഷ്ഠ സഹോദരന്മാർക്ക് എല്ലാവർക്കും അവനോട് അസൂയ തോന്നി. അവർ അവനെ പകയ്ക്കുകയും കൂടി ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് യോസേഫ് ഒരു സ്വപ്നം കാണുകയാണ്. അവർ വയലിൽ കറ്റ കെട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ ആ കറ്റ കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് യോസഫിന്റെ കറ്റ എഴുന്നേറ്റ് നിന്നു. മറ്റുള്ളവരുടെ കറ്റ യോസഫിന്റെ കറ്റയെ നമസ്കരിച്ചു. അപ്പോൾ ഇവർ ചോദിച്ചു, ഞങ്ങളിപ്പോൾ നിന്നെ നമസ്കരിക്കാനായിട്ട് വരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവർക്ക് ദേഷ്യം ഒന്നോടെ കൂടി. അതിനുശേഷം വീണ്ടും യോസഫ് ഒരു സ്വപ്നം കാണുകയാണ്. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും തന്നെ നമസ്കരിക്കുന്നതായിട്ട് താൻ സ്വപ്നം കണ്ടു. അത് യാക്കോബിനെ അറിയിച്ചപ്പോൾ യാക്കോബ് അവനെ വഴക്ക് പറഞ്ഞു. നീ എന്താണ് ഈ പറയുന്നത്? നിന്റെ അപ്പനും അമ്മയും നിന്റെ സഹോദരന്മാരെല്ലാം നിന്നെ നമസ്കരിക്കുമോ എന്ന് ചോദിച്ചു. എന്നാൽ ഇതൊക്കെ ദൈവം യോസെഫിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളുടെ ഒരു മുന്നറിയിപ്പായിരുന്നു ഈ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം. സ്വപ്നത്തിലെ അവനെ ചെറുപ്പത്തിലെ അത് വെളിപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. എന്നാൽ സമയമെടുത്തു, അത് വലിയ പ്രോസസ്സിങ്ങിലൂടെ അവൻ കടന്നു പോകേണ്ടതായിട്ട് വന്നു. എന്നാൽ ഒടുവിൽ അത് സംഭവിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ സ്വപ്ന നിമിത്തം യോസെഫിനെ ഉന്മൂലനാശം ചെയ്യണം, അവനെ കൊല്ലണമെന്ന് തന്നെ യാക്കോബിന്റെ മറ്റു മക്കള് തീരുമാനമെടുത്തു. അവരെ ആടിനെ തീറ്റുവാനായിട്ട് ശേഖേമിലേക്ക് പോയി. അങ്ങനെ ശേഖേമിലേക്ക് ആടിനെ തീറ്റുവാനായിട്ട് പോയിരിക്കുന്ന സമയത്ത് യാക്കോബ് യോസഫിനോട് പറഞ്ഞു, നിന്റെ സഹോദരന്മാർ പോയിട്ട് കുറേ നാളായി, നീ പോയിട്ട് അവരുടെ ക്ഷേമമൊക്കെ അന്വേഷിക്കുക, ഈ പലഹാരങ്ങളൊക്കെ അവർ കൊണ്ടുപോയി കൊടുക്കുക, പിന്നെ ആടുകളെല്ലാം നന്നായിരിക്കുന്നു എന്നെല്ലാം നോക്കി നീ ഒന്ന് വരണം എന്ന് പറഞ്ഞ് യോസഫിനെ യാക്കോബ് പറഞ്ഞയക്കുകയാണ്. ഇവനോട് പകയുണ്ട്, ഇവനോട് അസൂയുണ്ട്. നമ്മുടെ ഭവനത്തിൽ നിന്ന് തന്നെ നമ്മളോട് അസൂയയും പകയും അന്നലത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അങ്ങനെ യോസെഫ് അന്വേഷിച്ച് ശേഖേമിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഇവരെ കാണുന്നില്ല. അവൻ വെളിമ്പ്രദേശത്ത് ഇങ്ങനെ ചുറ്റി നടക്കുക. അപ്പോൾ ഒരാൾ ഇവനെ കണ്ടപ്പോൾ ചോദിച്ചു, എന്താണ് ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്നത്? ഞാൻ എൻ്റെ സഹോദരന്മാരെ അന്വേഷിച്ച് വന്നതാണ്, അവർ ആടിനെ തീറ്റാൻ ശേഖേമിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് പോകുന്നത്, പക്ഷെ ഇവിടെ ഇപ്പോൾ കാണുന്നില്ല എന്ന് പറഞ്ഞു. അവരിവിടുന്ന് നാം ദോതാനിലേക്ക് പോക എന്ന് അവർ പറയുന്നത് ഞാൻ കേട്ടു എന്ന് പറഞ്ഞു. നീ ഈ വഴിക്ക് പോവുക, ദോതാനിലേക്ക് പോകാൻ എന്ന് പറഞ്ഞ് അവനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. അങ്ങനെ ദോതാനിലേക്ക് ഇവൻ പോവുകയാണ്. ആടുകളെ തീറ്റിക്കൊണ്ടിരിക്കുന്ന തൻ്റെ സഹോദരന്മാർ ദൂരത്ത് നിന്ന് യോസെഫിനെ കണ്ടു. യോസെഫിനെ കണ്ട വഴി പറഞ്ഞു, ദേണ്ടാ വരുന്നുണ്ടാ സ്വപ്നക്കാരൻ, അപ്പം കൊടുത്ത അങ്കിയൊക്കെ ഇട്ടുകൊണ്ടാണ് വരുന്നത്. അപ്പൻ വിശേഷപ്പെട്ട ഒരു അങ്കി യോസെഫിന് തയ്ച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൻ ആ അങ്കിയൊക്കെ ഇട്ടുകൊണ്ട് വരുന്നുണ്ട്. ഇന്നത്തോടു കൂടി അവൻ്റെ സ്വപ്നം നമുക്ക് അവസാനിപ്പിക്കണം, നമുക്ക് അവനെ കൊന്നു കളയണമെന്ന് അവർ തീരുമാനം എടുക്കുകയാണ്.
അങ്ങനെ അവർ വന്നു, ഭക്ഷണം പൊതിയെല്ലാം ഇറക്കി വെച്ച് ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് അവർ പ്ലാൻ ചെയ്ത സമയത്ത് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന അങ്കി ഊരി കൊല്ലാൻ തുടങ്ങിയപ്പോൾ രൂപൻ പറഞ്ഞു, ഈ യോസഫ് വരുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു, രൂപൻ പറഞ്ഞു, ആദ്യപുത്രൻ അതായത് യാക്കോബിന്റെ ആദ്യത്തെ മകൻ പറഞ്ഞു, അയ്യോ അവനെ കൊല്ലണ്ട, നമ്മൾ രക്തം ചൊരിയിക്കേണ്ട വേണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം, മരുഭൂമിയിലെ പൊട്ടക്കിണറ്റിലേക്ക് ഇട്ടേക്കാം, അവിടെ കിടന്ന് ചത്തുവാണി ചത്തു നോക്കട്ടെ എന്ന് പറഞ്ഞ് അവനെ പൊട്ടക്കിണറ്റിലേക്ക് ഇടുവാനായിട്ട് സഹോദരന്മാരെ പ്രേരിപ്പിക്കുകയും പൊട്ടക്കിണറ്റിലേക്ക് ഇടുകയും ചെയ്തു. അതിൻ്റെ പിന്നിലുള്ള ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്, സഹോദരന്മാർ മാറിക്കഴിയുമ്പോൾ യോസെഫിനെ രക്ഷിച്ച് അവിടെ നിന്ന് അപ്പൻ്റെ അടുക്കൽ അയക്കണമെന്നുള്ള ചിന്ത അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു. നാം നമ്മുടെ മനസ്സിൽ നല്ല കാര്യങ്ങൾ ചിന്തിച്ചാൽ പോലും ദൈവത്തിന് അത് അറിയുവാനായിട്ട് സാധിക്കും. സഹോദരന്മാർക്ക് ആർക്കും അത് മനസ്സിലായില്ല. എന്നാൽ രൂപേന്റെ മനസ്സിൽ അങ്ങനെ ഒരു ആശയം ഉണ്ടായിരുന്നു. കാരണം യോസെഫിനെ കുറിച്ച് ദൈവത്തിന്റെ ഹിതം നിറവേറപ്പെടണമല്ലോ. അപ്പോൾ രൂപൻ അത് മനസ്സിൽ ഇങ്ങനെ നിരൂപിച്ചിട്ട് പറഞ്ഞു, നമുക്ക് പൊട്ടക്കിണറ്റിലിടാമെന്ന് പറഞ്ഞു. അതിനുശേഷം പൊട്ടക്കിണറ്റിലിട്ടതിന് ശേഷം ഇവർ ഭക്ഷണം കഴിക്കാനിരുന്നു. രൂപൻ വേറെ എങ്ങോട്ടോ പോയി. അങ്ങനെ ഇവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മിദ്യാന്യ കച്ചവടക്കാരായ ഇസ്മായില്യര് അതിലെ ഒട്ടകപ്പുറത്ത് സന്നിധായകങ്ങളും മറ്റേ ചില സുഗന്ധദ്രവ്യങ്ങളൊക്കെ ആയിട്ട് അവർ വരികയാണ്. അപ്പോൾ ഇവിടുന്ന് കൂടി ആലോചിച്ചിട്ട് പറഞ്ഞു, നമുക്കിപ്പോൾ ഇവിടെ കിടന്ന് ഇവൻ ചത്തുപോയിട്ട് എന്താ കാര്യം, ഇവനെ ഒരു കാര്യം ചെയ്യും, ഈ ഏരിയയിലേക്ക് ഇവൻ വരാതെ വഴി ഇവനെ ഇവിടുന്ന് പറഞ്ഞയക്കാം, ഇവൻ്റെ സ്വപ്നം എന്തായാലും തീരണം, അതുകൊണ്ട് ഇവനെ ഇവിടുന്ന് നമുക്ക് പറഞ്ഞയക്കാമെന്ന് പറഞ്ഞ് 20 വെള്ളിക്കാശിന് ഈ മിഥ്യാന കച്ചവടക്കാർക്ക് യോസഫിനെ വിൽക്കുകയാണ്. അവരവൻ്റെ കൈയെല്ലാം ബന്ധിച്ചു, ഒട്ടകത്തിൻ്റെ പുറത്തുനിന്നുള്ള കയറിലേക്ക് ഇവനെ ബന്ധിച്ച് ഇവനെ നടത്തിക്കൊണ്ട് പോവുകയാണ്. അങ്ങനെ പോയി അവൻ അവിടെ അടിമച്ചിന്തയിൽ വിൽക്കപ്പെടുവാനായിട്ട് വെച്ചു. പോത്തിഫർ എന്ന് പറയുന്ന മിസ്രൈമ്യ ഫറവോന്റെ അകമ്പടി നായകനായിരുന്ന പോത്തിഫർ അവന് വിലയ്ക്ക് വാങ്ങി. വിലയ്ക്ക് വാങ്ങാൻ വീട്ടിൽ കൊണ്ടുവന്ന് തൻ്റെ വേലക്കെല്ലാമായിട്ട് അവിടെ നിർത്തി. ഭാഷ അറിയില്ല, ആളുകൾ അറിയില്ല, സ്വന്തക്കാരും കൂടെയില്ല, അപ്പനില്ല, സഹോദരന്മാരില്ല. ഒത്തിരി കരഞ്ഞൊക്കെ യോസഫ് അവിടെ എത്തിയെങ്കിലും അവിടെ ദൈവം അവനൊരു ആശ്വാസം കൊടുക്കുകയാണ്. ദൈവം അവനോട് കൂടെ ഇരിക്കുകയാണ്. അങ്ങനെ അവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഫറവോൻ പോത്തിഫർ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവൻ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ദൈവം അനുഗ്രഹങ്ങൾ വരുത്തുന്നുണ്ട്. അപ്പോൾ ഇവൻ തീരുമാനിച്ചു, ഇവൻ ഈ വീടിൻ്റെ നായകനാക്കി വെക്കാം. ഈ വീടിൻ്റെ എല്ലാ കാര്യങ്ങളും പോത്തിഫർ അവനെ ഏൽപ്പിച്ചു. ഗ്രഹവിചാരകനായിട്ട് ആ വീടിൻ്റെ എല്ലാ കാര്യങ്ങളും മേൽ നോക്കി നടക്കുവാൻ തക്കവണ്ണം യോസഫിനെ അവിടെ ഏൽപ്പിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ യോസഫ് അവിടെ നിന്നു. അവിടെ ഭക്ഷണം ആദ്യമൊന്നും ഭാഷ അറിയില്ലെങ്കിലും പതുക്കെ അവൻ ആ ഭാഷയെല്ലാം പഠിച്ച് പതുക്കെ അവൻ അവിടെ നിൽക്കുവാനായിട്ട് തുടങ്ങി. അങ്ങനെ അവൻ വളർന്ന് നല്ല അഴകുള്ളവനായിട്ട് നല്ല കോമളനായിട്ട് അവൻ വളർന്നു വരുന്ന സമയത്ത് പോത്തിഫറിന്റെ ഭാര്യയ്ക്ക് അവൻ മേലൊരു കണ്ണ് പതിച്ചു. ഇവനുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണം. അകമ്പടി നായകൻ എപ്പോഴും വീട്ടിലുണ്ടാവുകയില്ലോ. അപ്പോൾ ഇവൾ അതിന് വേണ്ടിയിട്ട് പല പ്രാവശ്യം അവനെ നിർബന്ധിക്കുകയും കണ്ണും കാലും ഒക്കെ കാണിക്കുകയൊക്കെ ചെയ്തു. അതിലൊക്കെ വഴങ്ങാതെ അവൻ മാറിയിരുന്നു. ഒരു ദിവസം തൻ്റെ ജോലി ചെയ്യുവാനായിട്ട് അവൻ റൂമിലേക്ക് ചെന്ന സമയത്ത് ഇവൾ പിന്നാലെ എന്നിട്ട് അവൻ്റെ കോട്ടിൽ കയറി പിടിച്ചു. കോട്ടിൽ കയറി പിടിച്ചിട്ട് എന്നോട് കൂടെ ശയിക്കാനായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവൻ എന്ത് ചെയ്തു, ഈ വീട്ടിൽ എല്ലാ കാര്യങ്ങളും എൻ്റെ യജമാനൻ ഏൽപ്പിച്ചിരിക്കുന്നു, നിന്നെ ഒഴികെ എന്ന് പറഞ്ഞിട്ട് അവൻ ആ അങ്കി അവിടെ ഊരിയിട്ടിട്ട് ആ റൂമിൽ നിന്നിറങ്ങി ഓടി. ദൈവം തൻ്റെ പദ്ധതി തൻ്റെ മക്കളിൽ നിറവേറ്റാനായിട്ട് ശ്രമിക്കുമ്പോൾ പിശാച് അതിനെ തകർക്കുവാൻ പല പരിപാടികളും കൊണ്ടുവരും. എന്നാൽ ദൈവം സഹായമായിട്ട് നിന്ന് ആ യോസഫിനെ അവിടുന്ന് രക്ഷിക്കുന്നതും യോസഫ് ഓടിപ്പോകുന്നതും കാണുവാനായിട്ട് സാധിക്കും. അപ്പോഴേക്കും അവൾ കരഞ്ഞ് ബഹളം വെച്ച് അവൻ കൊണ്ടുവന്ന ആ എബ്രായൻ എന്നെ ബലാത്സംഗം ചെയ്യാനായിട്ട് വന്നു എന്നെല്ലാം പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി. അങ്ങനെ പോത്തിഫർ അറിഞ്ഞു. അവനെ കൊണ്ടുവന്ന് കുണ്ടറയിൽ അവിടെ മറ്റേ ഈ ഫറവോന്റെ കൊട്ടാരത്തിനടുത്തുള്ള ജയിലിലേക്ക് അവൻ പോകേണ്ടതായിട്ട് വന്നു. അവൻ ജയിലിൽ കിടക്കുക. അവിടെ അവൻ നിരാശനാകാനൊന്നും പോയില്ല. ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കയറി കിടക്കുകയാണ്. ഇതൊക്കെ ഒരു പ്രോസസ്സിംഗ് ആണ്. ഇതൊക്കെ ദൈവം അവന്റെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്ന നന്മകൾക്ക് മുൻപായി ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇവിടെ നിന്ന് ഇവൻ പുറപ്പെടണം, അവൻ പോത്തിഫറിന്റെ വീട്ടിൽ എത്തപ്പെടണം, അവിടെ നിന്നൊരു ചെറിയ കുറ്റത്തിന്റെ പേരിൽ പിടിക്കപ്പെട്ട് അവൻ ജയിലിൽ അകപ്പെടണം. ചെയ്യാത്ത കുറ്റത്തിനാണ് അവൻ അകപ്പെട്ടിരിക്കുന്നത്. അവിടെ ചെന്നപ്പോൾ ഫറവോ രാജാവിന്റെ കൊട്ടാരത്തിലെ പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയും അപ്പക്കാരുടെ പ്രമാണിയുമായി 2 പേര് കുറ്റം ചെയ്തിട്ട് ജയിലിൽ വന്ന് കിടക്കുക. അപ്പൊ കാരാഗ്രഹ പ്രമാണി യോസഫിനെ കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചു. നീ ഇവർക്ക് വേണ്ട ക്ഷേമങ്ങളെല്ലാം നടത്തി കൊടുക്കണം, ഇവരുടെ കാര്യങ്ങളെല്ലാം നോക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ അവനെ ഏൽപ്പിച്ചു. അവർക്കും അവനോട് കൃപ തോന്നി. അങ്ങനെ അവര് അങ്ങനെ ജയിലിൽ കിടക്കുകയാണ്. അപ്പൊ യോസഫിന് താടിയും മുടിയൊക്കെ നീളാനായിട്ട് തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവരൊരു സ്വപ്നം കാണുകയാണ്. കാരാഗ്രഹ പ്രമാണിയും ഈ അപ്പക്കാരനും ഒരു സ്വപ്നം കാണുകയാണ്. വെവ്വേറെ സ്വപ്നങ്ങൾ 2 പേരും കണ്ടു. ഇവര് പിറ്റേ ദിവസം രാവിലെ വളരെ വിഷമിച്ചിരിക്കുമ്പോൾ യോസഫ് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇന്നിങ്ങനെ ഒരു നിരാശ ആയിട്ടിരിക്കുന്നത്, എന്താണ് ഒരു മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നത്, പറയൂ. അപ്പോൾ പറഞ്ഞു, ഞങ്ങളിങ്ങനെ സ്വപ്നം കണ്ടു, ഇന്ന സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു. അങ്ങനെ സ്വപ്നത്തിന്റെ അർത്ഥമെല്ലാം യോസഫ് പറഞ്ഞു കൊടുത്തു. യോസഫ് പറഞ്ഞ പ്രകാരം കാരാഗ്രഹ പ്രമാണി ഈ അപ്പക്കാരനെയും പാനപാത്രവാഹകനെയും ജയിലിൽ നിന്ന് കൊണ്ടുപോവുകയും അപ്പക്കാരനെ തൂക്കിക്കളയുകയും, നിങ്ങൾ ആ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിച്ചതെന്ന് വിശദമായിട്ട് അവിടെ അറിയുവാനായിട്ട് സാധിക്കും. എനിക്ക് സമയക്കുറവുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ അപ്പക്കാരുടെ പ്രമാണിയെ തൂക്കിക്കളയുകയും പാനപാത്രവാഹനെ വീണ്ടും അതേ സ്ഥാനത്താക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ
യോസെഫ് ഒരു കാര്യം അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഒരു തെറ്റും ചെയ്യാതെയാണ് ഈ ജയിലിൽ വന്ന് കിടക്കുന്നത്, അതുകൊണ്ട് ഈ കാരാഗൃഹത്തിൽ നിന്ന് എന്നെ പുറപ്പെടുവിക്കാൻ രാജാവിൻ്റെ അടുക്കൽ നിങ്ങൾ എനിക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവരത് മറന്നുപോയി. കാരണം ഇവരപ്പോൾ ചെന്ന് ആ കാര്യം പറഞ്ഞിരുന്നുവെങ്കിൽ യോസെഫ് അവിടുന്ന് റിലീസാകും. പക്ഷെ ഒരു സാധാരണ പൗരനായിട്ട് മാത്രമായിരിക്കും അവൻ പുറത്തേക്ക് വരിക. ദൈവത്തിന് അവനെക്കുറിച്ചുള്ള പദ്ധതി നിറവേറണമെങ്കിൽ അവൻ കുറച്ച് സമയം കൂടി അവിടെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. താടിയും മുടിയും നീട്ടി 2 വർഷം അവൻ ആ ജയിലിൽ വീണ്ടും കിടക്കുകയാണ്. അങ്ങനെ ജയിലിൽ കിടക്കുന്ന സമയത്താണ് ഫറവോ രാജാവ് ഒരു സ്വപ്നം കാണുകയാണ്. അതായത് ഒരു നദീതീരത്ത് നിന്ന് ഒരു 7 പുഷ്ടിയുള്ള പശുക്കൾ, നല്ല അഴകുള്ള പശുക്കൾ കയറി വരുന്നു. അവർ ഞാങ്ങണയുടെ ഇടയിൽ മേയിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ മേയിച്ചുകൊണ്ടിരുന്നതിന് ശേഷം വളരെ വിരൂപമായ വളരെ മെലിഞ്ഞ ഒരു 7 പശുക്കൾ കയറി വന്നു. ഈ വിരൂപം മെലിഞ്ഞതായിട്ടുള്ള പശുക്കൾ വന്നിട്ട് ഈ പുഷ്ടിയുള്ള പശുക്കളെ തിന്നുകളഞ്ഞു. അങ്ങനെ തിന്നുകളഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു സ്വപ്നം കണ്ടു. 7 നല്ല മണികളെല്ലാം, നല്ല ശക്തിയുള്ള നെൽക്കതിരെല്ലാം ഉള്ള, നല്ല പുഷ്ടിയുള്ള 7 നെൽക്കതിര് പൊങ്ങി വന്നു. അതിനുശേഷം വളരെ കൊതുമ്പല്ല, വളരെ പതിരായിട്ടുള്ള വളരെ മെലിഞ്ഞ 7 കതിരുകൾ ഉണ്ടായി വന്നു. ഈ 7 മെലിഞ്ഞ കതിരുകളും ഈ പുഷ്ടിയുള്ള കതിരുകളെ തിന്നുകളഞ്ഞു. ഫറവോ ഈ സ്വപ്നത്തെക്കുറിച്ച് ദുഃഖിച്ചിരിക്കുകയാണ്. അവരുടെ മന്ത്രവാദികളെയും ശകുനവാദികളെല്ലാം വിളിച്ച് ചോദിച്ചു, എന്താണ് ഞങ്ങളുടെ സ്വപ്നം, അതിൻ്റെ അർത്ഥം പറയാനായിട്ട് പറഞ്ഞു. അവർക്കറിയില്ല. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഈ പാനപാത്രവാഹകൻ പറഞ്ഞു, അയ്യോ, ഞാനിപ്പോൾ എൻ്റെ കുറ്റം ഓർക്കുന്നു. ഞങ്ങൾ ജയിലിൽ കിടക്കുമ്പോൾ ഇങ്ങനെ സ്വപ്നം കണ്ടു, ഒരുത്തനെ തൂക്കിക്കളയുമെന്ന്, ഒരുത്തനെ വീണ്ടും യഥാസ്ഥാനത്താക്കുമെന്ന് പറഞ്ഞു. അതുപോലെല്ലാം സംഭവിച്ചു. ഞാനത് അവനെ റിലീസ് ചെയ്യേണ്ട കാര്യം പറയാനായിട്ട് മറന്നുപോയി. അവൻ അവിടെ ഉണ്ട്, അവൻ ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. അങ്ങനെ യോസഫിനെ വിളിച്ചു വരുത്തുകയാണ്. യോസഫിനോട് ചോദിച്ചു, ഞാനിങ്ങനെ സ്വപ്നം കണ്ടു, നിനക്ക് സ്വപ്നത്തിൻ്റെ അർത്ഥം പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, സ്വപ്നത്തിൻ്റെ അർത്ഥം എന്നോട് പറയുക, ദൈവം അത് വെളിപ്പെടുത്തി തരുമെന്ന് പറഞ്ഞു. അങ്ങനെ യോസഫിൻ്റെ അടുക്കൽ ഫറവോ സ്വപ്നം പറയുകയാണ്. സ്വപ്നം പറഞ്ഞപ്പോൾ പറഞ്ഞു, സ്വപ്നം രണ്ടും ഒന്ന് തന്നെ. അത് ഈ പുഷ്ടിയുള്ള പശുക്കൾ എന്ന് പറയുന്നത് ഏറ്റവും സമൃദ്ധമായ 7 വർഷം ഉണ്ടാകാനായിട്ട് പോകുന്നു. അതിനുശേഷം ക്ഷാമമുള്ള 7 വർഷം ഉണ്ടാകാനായിട്ട് പോകുന്നു. അപ്പോൾ ഈ പുഷ്ടിയുള്ള സമൃദ്ധിയുള്ള 7 വർഷത്ത് ഉണ്ടാകുന്ന ആ പുഷ്ടിയെല്ലാം ശേഖരിച്ചു വെക്കണം. അടുത്ത ക്ഷാമമുള്ള 7 വർഷത്തേക്ക് അത് ഉപയോഗപ്പെടുത്തേണ്ടതിനായിട്ട് ശേഖരിച്ചു വെക്കണമെന്ന് ദൈവം വെളിപ്പെടുത്തി തന്നിരിക്കുകയാണെന്ന് പറഞ്ഞു. നെൽക്കതിരും അതിനെ തന്നെയാണ് സൂചിപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ പറ്റിയ ഒരാളെ നിയമിച്ച് ഈ കാര്യങ്ങൾക്കെല്ലാം മേൽവിചാരകനായിട്ട് നിർത്തി കാര്യങ്ങൾ ചെയ്യണമെന്നെല്ലാം ഫറവോനോട് യോസഫ് പറഞ്ഞു. അപ്പോൾ ഫറവോനോട് സ്വപ്നം ഇഷ്ടപ്പെട്ടു. ഫറവോ പറഞ്ഞു, നിന്നെ പോലെ ദൈവാത്മാവുള്ള ഒരാളെ തന്നെ അത് നിയോഗിക്കണമെന്ന് പറഞ്ഞ് അവനെ അതിന് നിയോഗിക്കുകയും അങ്ങനെ യോസഫ് അവിടുത്തെ രണ്ടാമനായിട്ട് വാഴുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീരുകയും ചെയ്തു. നോക്കണം, കാര്യങ്ങളെല്ലാം വരുന്നത് എങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ പ്രോസസ്സിങ്, ഓരോ കഷ്ടത, ഓരോ ഞെരുക്കം, ഓരോ തള്ളിക്കളയിൽ, ഇതെല്ലാം ദൈവം നന്മയ്ക്കായിട്ട് കൂടി ആവരിച്ച് കൊണ്ടുവരികയാണ്. ഒടുവിൽ സമൃദ്ധി വന്നു. അതിനുശേഷം ക്ഷാമം വന്നു. മിസ്രൈമിലേക്ക് യാക്കോബിന്റെ പുത്രന്മാര് അവര് ഭക്ഷണത്തിനായിട്ട് വരികയാണ്. 1 പ്രാവശ്യം വന്നു, 2 പ്രാവശ്യം വന്നു. പിന്നീട് യോസെഫ് തന്നെ വെളിപ്പെടുത്തുകയും അവൻ കണ്ട സ്വപ്നത്തിന് പ്രകാരം തന്നെ തൻ്റെ സഹോദരന്മാർ തന്നെ വീണ് നമസ്കരിക്കുകയും അവൻ മിസ്രൈമിലേക്ക് തൻ്റെ കുടുംബത്തെ കൊണ്ടുവന്ന് ആ ക്ഷാമകാലത്ത് അവരെ പോറ്റുവാൻ തക്കവണ്ണം ഇടയായിത്തീരുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിനക്ക് ദൈവം ഒരു ദർശനം തന്നിട്ടുണ്ടെങ്കിൽ, നിനക്ക് ദൈവം ഒരു സ്വപ്നം തന്നിട്ടുണ്ടെങ്കിൽ, അത് നടപ്പിലാകാത്ത രീതിയിൽ നീ ഇന്ന് ഞെരുങ്ങിക്കൊണ്ടിരിക്കുകയാണോ, കഷ്ടപ്പെടുകയാണോ, നീ ഒറ്റപ്പെടുകയാണോ, നീ വിഷമിക്കേണ്ട. തീർച്ചയായിട്ടും നിനക്കൊരു സമയം ദൈവം വെച്ചിട്ടുണ്ട്. ആ സമയത്ത് ദൈവം ഇതെല്ലാം നന്മയ്ക്കായിട്ട് കോടി വ്യാപരിച്ച് നിന്നെ പുറത്തു കൊണ്ടുവരുന്നത് കാണുവാനായിട്ട് സാധിക്കും. നീ ഏത് കഷ്ടത്തിലൂടെയാണ് പോകുന്നതെന്ന് എനിക്കറിയില്ല. ഞാനും അനേക കഷ്ടങ്ങളിലൂടെ കടന്നുപോയൊരു മനുഷ്യനാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരൻ, പ്രിയ സഹോദരി, നീ ഞെരുങ്ങണ്ട, ഈ കഷ്ടതയിൽ നീ വിഷമിക്കേണ്ട. ദൈവം നിനക്കൊരു കൊയ്ത്ത് വെച്ചിട്ടുണ്ട്. ദൈവം നിനക്കൊരു അവസരം വെച്ചിട്ടുണ്ട്. നിന്നെ ഉയർത്തിക്കൊണ്ട് നിന്നെ മാനിക്കുന്ന ഒരു ദിവസം വെച്ചിട്ടുണ്ട്. നീ ക്ഷമയോടെ ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക. നീ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ, ഞങ്ങൾ വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരുമാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും ഞങ്ങളുടെ നന്മയ്ക്കായിട്ട് അവിടുന്ന് കൂടി വ്യാപരിപ്പിക്കുന്നതോർ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഇന്ന് വചനം കേട്ട മക്കളൊക്കെ അനുഗ്രഹിക്കണമേ. വിശേഷ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോരുത്തർക്കായിട്ട് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്ന കർത്താവെ, അവരെയൊക്കെ അങ്ങ് ധാരാളമായിട്ടും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അവിടുന്ന് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം, മഹത്വം എടുത്താട്ടെ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.